Hello Paris, welcome to a new video. Today I'm gonna tell about anxiety. ഞാൻ ഇന്ന് ആങ്സൈറ്റിയെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുള്ള ഒരു സംഭവമായിരിക്കും, അല്ലെങ്കിൽ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി ആയിരിക്കും. സ്ട്രഗ്ലിംഗ് എന്നൊക്കെ പറയാൻ പറ്റൂട്ടോ ഈ ഒരു അവസ്ഥയെ ആങ്സൈറ്റി എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഓവർ തിങ്കിങ്ങിനെ കുറിച്ചും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരൊന്ന് പോയിട്ട് കാണാം. പിന്നെ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല് ആങ്സൈറ്റി എന്ന് പറയുന്ന സംഭവം നമുക്ക് എല്ലാവരിലും ഉണ്ടാവേണ്ട അത്യാവശ്യം വേണ്ട ഒരു സംഗതിയാണ് ആങ്സൈറ്റി എന്ന് പറയുന്നത്. പക്ഷെ ഈ ആങ്സൈറ്റി അമിതമായി കഴിഞ്ഞാൽ ഭയങ്കര പ്രോബ്ലം നമ്മുടെ ലൈഫിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഭയങ്കര പ്രോബ്ലം മീൻസ് നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പണ്ട് നല്ല രീതിക്ക് ആങ്സൈറ്റി ഉണ്ടായിരുന്നു കേട്ടോ. പണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുൻപ് ഭയങ്കരമായിട്ടുള്ള ടെൻഷന്, ഇത് എങ്ങനെ ചെയ്യും, ഇത് എന്നെ കൊണ്ട് പറ്റുമോ, ഒരു നിസ്സാരം ഇപ്പൊ നമ്മൾ ബസ്സിലൊക്കെ കയറാന്ന് വിചാരിച്ചോ, ബസ് കയറി കഴിഞ്ഞാൽ കണ്ടക്ടർ എന്നെ വഴക്ക് പറയോ, അങ്ങനെയൊക്കെയുള്ള ഒരു അനാവശ്യ ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. ഞാൻ ടെൻഷൻ അടിച്ച പോലെ തന്നെ എനിക്ക് മിക്കവാറും കണ്ടക്ടർ അടുത്തുനിന്ന് ചീത്ത കേൾക്കാറുണ്ട് കേട്ടോ. ബസ് കയറി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഉണ്ടായിരിക്കും. അപ്പൊ ഇതുപോലെ ഇങ്ങനെ ഇപ്പൊ ആ ഒരു പ്രവൃത്തി ഇപ്പൊ നമ്മൾ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കാന്ന് വിചാരിച്ചു, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാന്ന് വിചാരിച്ച, അപ്പൊ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് മുൻപ് ഭയങ്കരമായിട്ടുള്ള ടെൻഷന് നമുക്ക് ആ ഇന്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യും. ഇന്റർവ്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സംഭവമാണ്. എന്നാലും നമ്മൾ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ കടന്നു പോയേ പറ്റുള്ളൂ. പക്ഷെ ഒരു തരത്തിൽ നമുക്ക് ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥ, ചിലപ്പോൾ ഭയങ്കരമായിട്ടുള്ള വിറയൽ, ടെൻഷൻ, അമിതമായിട്ടുള്ള ടെൻഷന്, വയറുവേദന ഉണ്ടാവും ചിലർക്ക് തലകറക്കായിരിക്കും. ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഈ ഒരു ആങ്സൈറ്റി കാരണം ആ ഇന്റർവ്യൂ ഫ്ലോപ്പ് ആവുക. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു, ഞാനിപ്പോ ഈ പറഞ്ഞ ഒരു എക്സാമ്പിൾ വെച്ചിട്ട്. അപ്പൊ ഇതിനെയാണ് നമ്മൾ ആങ്സൈറ്റി എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് ഉണ്ടായിരുന്നു പണ്ട്, ഞാൻ പറഞ്ഞില്ലേ, അതുപോലെയുള്ള സില്ലി മാറ്റേഴ്സിനൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ആങ്ഷ്യസ് ആവുമായിരുന്നു. പിന്നെ പിന്നെ അത് അങ്ങ് മാറിട്ടോ, ഓട്ടോമാറ്റിക്കലി അത് അങ്ങോട്ട് മാറി. പക്ഷെ ഇപ്പൊ റീസെന്റ് ഞാൻ ആ ഒരു സിറ്റുവേഷൻ ഞാൻ ഇപ്പൊ അനുഭവിച്ചു. എന്തിന്റെ കാര്യത്തിലാണെന്ന് വെച്ചാല് ചില കാര്യങ്ങളില്ലേ, എനിക്ക് ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അറിയാലോ, നമ്മുടെ ആഫ്റ്റർ പ്രഗ്നൻസി ഒബ്വിയസ്ലി അമ്മമാര് കുറച്ച് ബിസി ആയിരിക്കും കുട്ടികളായിട്ട്. നമുക്കൊരു കാര്യം ചിലപ്പോൾ ആ സമയത്ത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. റെഗുലർ ആയിട്ട് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിനുശേഷം കുറച്ചൊന്ന് ഫ്രീ ആയപ്പോ എനിക്ക് ചെയ്യാൻ പറ്റും എന്നൊരു സിറ്റുവേഷൻ വന്നപ്പോ ഞാൻ പണ്ട് ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും എനിക്ക് പിന്നെ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ, ചെയ്യാൻ പറ്റുന്നില്ല. മെന്റലി ഭയങ്കരമായിട്ടുള്ള ആങ്സൈറ്റി ഫീൽ ചെയ്യാം. ഭയങ്കരമായിട്ട് എനിക്കിത് ചെയ്യാൻ പറ്റുമോ, ഞാൻ ചെയ്താൽ അത് സക്സസ് ആവുമോ, അല്ലെങ്കിൽ എനിക്ക് പണ്ടത്തെ പോലെ ഇപ്പോഴും ഇനിയും എനിക്ക് അതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു അനാവശ്യമായിട്ടുള്ള ഒരു ടെൻഷൻ. അപ്പോ എനിക്ക് കൂടുതലും എനിക്ക് ആ ടെൻഷൻ വരുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടെന്ന് വിചാരിച്ചോ, പക്ഷെ അതിലേക്ക് അത് പഠിച്ചു തുടങ്ങാൻ ഭയങ്കരമായിട്ടുള്ള ടെൻഷന്. പഠിച്ചു തുടങ്ങിയിട്ട് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ, അത് പഠിക്കാൻ പറ്റുമോ, ആദ്യം പഠിക്കാൻ പറ്റുമോ എന്നുള്ള ടെൻഷന്, പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ടെൻഷന്. അതുപോലെ തന്നെ ഇപ്പൊ പറയുകയാണെങ്കിൽ യൂട്യൂബിന്റെ കാര്യത്തിലായാലും ഞാൻ പണ്ട് അങ്ങനെ റെഗുലർ ആയിട്ട് വീഡിയോ ഇടുന്ന ഒരാളല്ല. പക്ഷെ അത് ഓരോ സാഹചര്യങ്ങൾ കാരണം എനിക്ക് റെഗുലർ ആയിട്ട് എനിക്ക് കോൺസ്റ്റന്റ്ലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല കേട്ടോ. അത് പിന്നെ എനിക്ക് അങ്ങനെ ആങ്ഷ്യസ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു എന്ന് ചോദിച്ചാൽ എവിടെയൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ പല സാഹചര്യങ്ങൾ കാരണമാണ് എനിക്ക് അങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരുന്നത്. എന്നാൽ ഇന്ന് എനിക്ക് റെഗുലർ ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. പക്ഷെ എനിക്ക് വീഡിയോ പണ്ടൊന്നും ഇല്ലാതിരുന്ന ഒരു ടെൻഷൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുൻപ് എനിക്ക് ആദ്യം ഞാൻ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ എന്റെ മനസ്സിനോട് അപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ടെൻഷൻ, വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയൊക്കെയോ നടക്കും, എന്തോ സംഭവിക്കും എന്നൊക്കെയുള്ള ഒരു അനാവശ്യ ടെൻഷന്. അപ്പൊ അത് കാരണം എനിക്ക് ഒരു വീഡിയോ പോലും റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു വീഡിയോ പോലും ഞാൻ വിചാരിച്ച പോലെ ഒരു കണ്ടന്റ് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ സിറ്റുവേഷൻ ഞാൻ ഫേസ് ചെയ്തു കേട്ടോ. ഞാൻ വലിയ യൂട്യൂബർ ഒന്നും അല്ല, എന്നാലും നമ്മൾ ചെയ്തു തുടങ്ങിയാലല്ലേ, നമുക്ക് ചെയ്ത് കുറച്ചങ്ങോട്ട് പോയാലല്ലേ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പക്ഷെ അത് തുടങ്ങാന്നല്ല, റീസ്റ്റാർട്ട് ചെയ്യാൻ പോലും പറ്റാത്ത സിറ്റുവേഷൻ. അപ്പൊ അത് മനസ്സിലായപ്പോ എനിക്ക് മനസ്സിലായി അത് എനിക്ക് ആങ്സൈറ്റി വരുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് വീഡിയോസ്
ചെയ്തിട്ട് പ്രൈവറ്റ് ആയിട്ട് വെക്കാന്ന് വിചാരിച്ചു. ഞാൻ എന്നെ തന്നെ സ്വയം സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തു, എന്നിട്ട് പ്രൈവറ്റ് ആക്കിയിട്ട് വെച്ചു. ഞാൻ അപ്ലോഡ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ എന്നോട് തന്നെ ഞാൻ സ്വയം പറഞ്ഞു, ഞാൻ അപ്ലോഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് എടുക്കുക എന്നിട്ട് നമുക്ക് പ്രൈവറ്റ് ആക്കിയിട്ട് വെക്കാന്ന് തന്നെ ഞാൻ എന്നോട് പറഞ്ഞു. എന്നിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തു, ഒരു 10 പോലെ എടുത്തു. ഒരു 10 കണ്ടന്റ് എടുത്തു, എന്നിട്ട് പ്രൈവറ്റ് ആക്കിയിട്ട് വെച്ചു. എന്നിട്ട് ജസ്റ്റ് ഓരോന്നോരോന്ന് ഞാൻ ഇടാൻ തുടങ്ങി. ആ 10 വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ കുറച്ചൊക്കെ ഒന്ന് ഓക്കെ ആയി, എന്റെ ടെൻഷനൊക്കെ മാറി. ആദ്യത്തെ വീഡിയോസ് ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അത്ര ചിരിച്ചിട്ടൊന്നും ആയിരിക്കില്ല വീഡിയോ ചെയ്യുന്നത്. കാരണം ഭയങ്കരമായിട്ടുള്ള ടെൻഷനോട് കൂടിയാണ് ഞാൻ വീഡിയോ ചെയ്തത്. എനിക്കറിയില്ല എന്താന്ന്, എനിക്ക് കൂടി പോയാല് ഒരു 50 വ്യൂ, 100 വ്യൂ, ഇനിയിപ്പോ അങ്ങേയറ്റം പോയാൽ ഒരു 500 അല്ലെങ്കിൽ 1K, അത്രയൊക്കെ വ്യൂ ഉള്ളൂ. എന്നിട്ട് എന്തിനാണ് എനിക്ക് ഇത്ര ടെൻഷൻ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. അപ്പൊ ആ ഒരു സമയത്ത് ആ ടെൻഷൻ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തൊരു ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പ്രൈവറ്റ് ആക്കിയിട്ടാ വീഡിയോ നീ അപ്ലോഡ് ചെയ്യണമെന്നില്ല, ഐ മീൻ പബ്ലിക് ആക്കണം എന്നില്ല, ജസ്റ്റ് പ്രൈവറ്റ് ആക്കി ഇട്ടോ എന്നുള്ള രീതിയിൽ ഞാൻ തന്നെ എന്നോട് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ചു, ജസ്റ്റ് പ്രൈവറ്റ് ആക്കി ഇട്ടു. ആ 10 വീഡിയോ അല്ല, ഒരു 6 വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് കുറച്ച് കോൺഫിഡൻസ് കിട്ടി. എനിക്ക് ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല, നല്ല നല്ല കണ്ടന്റ്സ് ആണ്, കുഴപ്പമില്ല, ഞാൻ വീഡിയോസ് ഇത്രയും എടുത്തില്ലേ, സക്സസ് ആയില്ലേ എന്നൊക്കെ ഉള്ള ഒരു ഫീൽ എനിക്ക് വന്നു. അപ്പോൾ ഞാൻ ഓരോന്നോരോന്ന് പബ്ലിക് ആക്കാൻ തുടങ്ങി. പബ്ലിക് ആക്കാൻ തുടങ്ങിയപ്പോൾ ചില വീഡിയോസിനൊക്കെ പോസിറ്റീവ് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വന്നിട്ടോ. നെഗറ്റീവ് കമന്റ്സ് വന്നപ്പോഴൊന്നും എനിക്ക് അത്ര പ്രശ്നം തോന്നിയിട്ടില്ല. പക്ഷെ ഞാൻ ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അത് പബ്ലിക് ആക്കിയിരുന്നെങ്കിൽ നെഗറ്റീവ് കമന്റ്സ് വരുമ്പോൾ ഞാൻ ചിലപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തായിരുന്നു, വീഡിയോസ് അപ്ലോഡ് ചെയ്യലും എല്ലാം ഞാൻ സ്റ്റോപ്പ് ചെയ്യായിരുന്നു. അപ്പോൾ പക്ഷെ ഇത് ഇങ്ങനെ ഗ്രാജുവലി ഞാൻ ചെയ്തതുകൊണ്ട് എനിക്ക് അത് അത്ര ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. അങ്ങനെ നെഗറ്റീവ് കമന്റ്സ് ആയാലും കുഴപ്പമില്ല, നെഗറ്റീവ് കമന്റ്സ് വന്നല്ലോ എന്നുള്ള സന്തോഷമായി. അപ്പൊ ഞാൻ പിന്നെ വീഡിയോസ് എടുക്കാനുള്ള ഒരു എനർജി ആയി. ഇപ്പൊ ഞാൻ വീഡിയോസ് എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ എന്റെ ഒരു ആങ്സൈറ്റി ഞാൻ അതിലൂടെ ഞാൻ മാറ്റിയെടുത്തു. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് പറയുന്നത് കറക്റ്റ് ആണ്, അതിലൊരു തെറ്റുമില്ല, കറക്റ്റ് ആണ്, നമ്മൾ നല്ല വേയിലൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത്. ആരെ ഉപദ്രവിക്കാത്തൊരു വിഷയമാണെങ്കിൽ നമുക്ക് അത് ഉഷാറായിട്ട് നമുക്ക് ചെയ്യാം, ആരെ ഉപദ്രവിക്കുന്നില്ലല്ലോ. അപ്പൊ നമുക്കത് ധൈര്യമായിട്ട് ചെയ്യാം, അതിൽ ഒരു തെറ്റും ഇല്ല എന്ന് ആദ്യം മനസ്സിലാക്കിയിട്ട് നമുക്ക് ആ ഒരു കാര്യം ചെയ്യാം. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഈ യൂട്യൂബ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഉള്ള ആങ്സൈറ്റി ഞാൻ മാറ്റിയത്. അപ്പോൾ ഈ ഒരു ആങ്സൈറ്റി, പല കാര്യങ്ങളും നമുക്ക് ഈ ഒരു ആങ്സൈറ്റി വരാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ആ ഒരു ആങ്സൈറ്റി മാറ്റാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ, എല്ലാ സൈക്കോളജിസ്റ്റുകളും പറയുന്ന പോലെ തന്നെ ബ്രീത്തിങ് എക്സർസൈസ് ആണ്. ബ്രീത്തിങ് എക്സർസൈസിനെ കുറിച്ച് നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ, ഞാൻ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, കാരണം യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ബ്രീത്തിങ് എക്സർസൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാക്സിമം നമ്മുടെ ഈ ഒരു ആങ്സൈറ്റി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ഒരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഈ ആങ്സൈറ്റി മാറ്റാനുള്ള, നമുക്ക് എന്ത് ചെയ്യാനാണ് പേടി. ഇപ്പം നമ്മൾ എക്സാമിന്റെ കാര്യം തന്നെ വെച്ച് നോക്കുക. നമ്മൾ ഒരു എക്സാം എഴുതുന്നതിന് മുൻപ് തന്നെ ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ, അപ്പൊ എക്സാം എഴുതി കഴിഞ്ഞാൽ അതങ്ങ് മാറി, അത്രേ ഉള്ളൂ സംഭവം. പക്ഷെ നമുക്ക് അതിനു മുൻപ് ഒരു അനാവശ്യമായിട്ടുള്ള ടെൻഷൻ, ഞാൻ എക്സാമിന് പോയി കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമോ, എനിക്കത് എഴുതാൻ പറ്റുമോ, ഞാൻ പാസ്സാവോ എന്നൊക്കെ ഉള്ള ഒരു അനാവശ്യ ടെൻഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള സംഗതി, അതുപോലെ തന്നെ ഇതുപോലെയുള്ള അനാവശ്യ ടെൻഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആ ഒരു കാര്യം, നമുക്ക് എന്താണോ പേടി, ആ പേടിയുള്ള കാര്യം വീണ്ടും വീണ്ടും ചെയ്യുക. വീണ്ടും വീണ്ടും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മൈൻഡ് അങ്ങനെ റെസിസ്റ്റ് ചെയ്യില്ല, നമ്മളോട് ചെയ്യണ്ട നീ ചെയ്താൽ അത് പ്രശ്നം സംഭവിക്കുന്നുള്ള രീതിയിൽ നമ്മുടെ മൈൻഡ് അത് റെസിസ്റ്റ് ചെയ്യില്ല, അനാവശ്യമായിട്ട് റെസിസ്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് നമുക്ക് എന്താണ് പേടി, ഇപ്പൊ നമുക്ക് എന്തെങ്കിലും പഠിക്കാൻ ആഗ്രഹമുണ്ട്, എന്നാൽ പഠിക്കാൻ പറ്റുമോ എന്നുള്ള ടെൻഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഗിവ് ഇറ്റ് എ ട്രൈ, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ 2-3 പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയാൽ നമ്മുടെ പേടി അങ്ങ് മാറി കിട്ടും. എല്ലാ കാര്യത്തിലും നമുക്ക് ഈ ഒരു സംഭവം വരാൻ സാധ്യത ഉണ്ട് കേട്ടോ. നമ്മൾ എന്തൊരു കാര്യം ചെയ്യാൻ വിചാരിച്ചാലും അതിനിടയിലൊക്കെ ഈ ഒരു ആങ്സൈറ്റി എന്ന് പറയുന്ന സംഭവം കയറി വരാൻ സാധ്യത ഉണ്ട്. അതിന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് കൺട്രോൾ ചെയ്തിട്ട്, ഇപ്പൊ ബിസിനസ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, നമുക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് മാക്സിമം ഒന്ന് ചെയ്ത് നോക്കുക. അതും ടെൻഷൻ ഇല്ലാതെ ചെയ്താൽ മാത്രമേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ കേട്ടോ. ആദ്യമൊക്കെ ടെൻഷൻ ഉണ്ടായിരിക്കും, അത് സ്വാഭാവികമാണ്. പക്ഷെ അതിനെ മൈൻഡ് ചെയ്യാതെ നമ്മൾ വിചാരിച്ച കാര്യം നമ്മൾ എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. ഇപ്പൊ ഞാൻ ഈ യൂട്യൂബ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന പോലെ തന്നെ എനിക്ക് പേടിയുള്ള കാര്യമാണെങ്കിൽ ഞാൻ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കും.
അപ്പോഴല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ നമ്മളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റുമോ ഇല്ലയെന്ന്. അപ്പൊ അതാണ് രണ്ടാമത്തെ ടിപ്പ്. നമുക്ക് പേടിയുള്ള സംഗതി എന്താണ്, അത് ധൈര്യമായിട്ട് ചെയ്തു നോക്കുക. ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, മൈൻഡ് സമ്മതിക്കില്ല, നമുക്ക് മൊത്തത്തിൽ ഒരു ഭയങ്കര ഡിസ്റ്റർബിങ് ഫീൽ ഒക്കെ ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യും ആ ഒരു കാര്യം, പിന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നീക്കി നീക്കി വെക്കുക. അങ്ങനെ ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. എന്നാലും കുഴപ്പമില്ല, മാക്സിമം മൈൻഡിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ആ ഒരു കാര്യം ധൈര്യത്തോട് കൂടിയിട്ട് ചെയ്യുക. നിങ്ങളൊരു വിശ്വാസം അർപ്പിച്ചിട്ട് ആ ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുക. മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ അക്സെപ്റ്റ് ചെയ്യാം. നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിലൂടെയാണ് പോകുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ആക്സെപ്റ്റ് ചെയ്യാം. എന്നിട്ട് അതിനുള്ള പ്രതിവിധി, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അത് അക്സെപ്റ്റ് ചെയ്തിട്ട് അത് മാക്സിമം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എങ്ങനെ കളിച്ചിട്ടും നിങ്ങൾക്ക് ഈ ഒരു ആൻസൈറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക. എന്നിട്ട് അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുക. അതാണ് ലാസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഒരു തരത്തിൽ അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്നുണ്ട്, പക്ഷെ അത് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ ടെൻഷൻ അങ്ങേയറ്റത്തെ ടെൻഷന്റെ പീക്ക് ലെവലിൽ എത്തിയിട്ട് നമ്മൾ തല കറങ്ങി വീഴുക, ഭയങ്കരമായിട്ടുള്ള വയറുവേദന, ഇതിങ്ങനെ റിപ്പീറ്റഡ്ലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ഒരു പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ ഉള്ളൂ. അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ, ആങ്സൈറ്റിയെ കുറിച്ചിട്ട്. ഞാൻ ഓവർ തിങ്കിങ്ങിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇവ രണ്ടും ഒരു ആങ്ങള പെങ്ങൾ കണക്ഷൻ ഉള്ള ഒരു സംഗതിയാണ് ഇത് രണ്ടും. അപ്പോൾ അതിനെക്കുറിച്ച് അറിയേണ്ടവരുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.